ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ കടലയൊക്കെ വെള്ളത്തിലിട്ടത് ഒന്ന് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളക്കടലയാണ് കേട്ടോ നമ്മൾ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. എന്താ പറയുക, ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തില്ല, വെറും കടല വേവിച്ചാണ് കേട്ടോ. ഇനി നമ്മൾ ചായ ഒന്ന് ചൂടാക്കാൻ പോയതാണ് കേട്ടോ. പാലിറക്കി വെച്ച് ചായ ഗ്ലാസ് എടുത്തതും കയ്യിൽ നിന്ന് അങ്ങോട്ട് മിസ്സായിട്ട് ചായ ഫുള്ളായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഏട്ടൻ ഞാൻ എണീക്കാൻ വൈകിട്ടോ, വയ്യായി അങ്ങോട്ട് തീരെ അങ്ങോട്ട് മാറുന്നേ ഇല്ല. എന്താണെന്നറിയില്ല, രാവിലെ തീരെ എണീക്കാനേ വയ്യ കേട്ടോ. അപ്പോൾ ഞാൻ എണീക്കുന്നതിന് മുന്നേ ഏട്ടൻ ചായ വെച്ചിട്ട് മാറ്റി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനത് വേഗം തന്നെ ചായ കുടിക്കേണ്ട ഒരു ആക്രാന്തത്തിലെടുത്തതിൽ എൻ്റെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് മിസ്സായിട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് തിളച്ച് വറ്റി വരുമ്പോഴേക്കൊക്കെ സമയമാകും. അത്രയ്ക്ക് കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കാപ്പി തന്നെ ആക്കാൻ വിചാരിച്ചു കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആറ്റിയെടുക്കൽ വേണ്ടു. അത് വേഗം തന്നെ ആറ്റി രണ്ടാറ്റാറ്റി കുടിച്ചപ്പോണ്ട് വായൊക്കെ ചുട്ടുപോയിട്ടാ. എന്താ പറയുക, നല്ല ചൂടായിരുന്നു. എന്താ പറയുക, വയ്യാത്ത സമയത്ത് എനിക്ക് ഇത്തിരി കാപ്പിയും ചായയും കുടിക്കൽ ഇത്തിരി അധികമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ആക്രാന്തത്തിൽ വായും കുറച്ച് പൊള്ളിപ്പോയിട്ടാ. പിന്നെ വേഗം തന്നെ കാപ്പിയൊക്കെ വലിച്ച് കുടിച്ചിട്ട് അങ്ങോട്ട് വേഗം അങ്ങോട്ട് മിറ്റോടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാഞ്ചു വെളിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന കണ്ട, അവൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ സർക്കിയിട്ട് പോയിട്ട് വരും കേട്ടോ. കുട്ടികളെ നമ്മൾ നോക്കുന്നുള്ള എല്ലാ ധൈര്യത്തോടു കൂടിയാണ് കേട്ടോ മുപ്പത്തേര് വെളിയിൽ പോയിട്ട് വരുന്നത്. അങ്ങനെ കുട്ടികൾ ഭയങ്കര കടിപിടി കളിയാണ് കേട്ടോ. അങ്ങനെ അവർ കളിയൊക്കെ കുറച്ച് നേരം കണ്ടതിന് ശേഷം വീണ്ടും വന്നിട്ട് നമ്മൾ അടുക്കളയിൽ വന്ന് നമ്മുടെ ഉള്ളിയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം നേരാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ കടല നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒരു വലിയ ഉള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു 4 വിസിൽ അടുപ്പിച്ചെടുത്തു നമ്മുടെ കടല. അതിനുശേഷം ഇതെല്ലാം ചേർത്തിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ. പിന്നെ നമുക്കിതിനൊരു അരപ്പുണ്ടാക്കി എടുക്കാം. 2 കുഞ്ഞുപൊടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു കുഞ്ഞ് സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വെള്ളം ചേർത്തിട്ട് നന്നായി തന്നെ അരച്ചെടുത്തോളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ട് കുറച്ച് മുരിങ്ങ ഒന്ന് തപ്പി പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇളമ്പ് മുരിങ്ങയായിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അത് നോക്കിയപ്പോൾ ഉണ്ട് നിറയെ പൂത്ത് നിൽക്കുന്നത് കാരണം പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഒടിച്ച് എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ കണുകാന്തരം മുതലൊക്കെ ഈ മുരിങ്ങയുടെ പൂവ് വരാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ മെല്ലെയാണ് കേട്ടോ നമ്മുടെ മുരിങ്ങയൊക്കെ ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മുരിങ്ങ മതി, ഒരു കുഞ്ഞു പിടി മുരിങ്ങ മതി കേട്ടോ. അധികം മുരിങ്ങയിലയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുരിങ്ങ എടുത്തിട്ട് വന്നത്. പിന്നെ മുരിങ്ങ വലിച്ചിട്ട് വന്ന് ഞാനത് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെടുത്ത മാവിന് ഒരു കുഞ്ഞിപ്പിടി മതി, അധികം മുരിങ്ങയുടെ ആവശ്യമില്ല കേട്ടോ. നോക്കുമ്പോൾ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ കോഞ്ചലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇടയിലൊന്ന് ഊരിയെടുത്താണ്. പിന്നെ കുറച്ച് നമ്മുടെ എള്ളു കൂടെ ചേർത്ത് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എല്ലാ ദിവസവും മാക്സിമം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഈ എള്ളൊക്കെ കഴിക്കുക പറയുമ്പോൾ ഭയങ്കര നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എല്ലാത്തിലും കുറേശ്ശെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പച്ചവെള്ളം കേട്ടോ, പച്ചവെള്ളത്തിലാണ് കേട്ടോ ഞാൻ എപ്പോഴും കുഴയ്ക്കാറുള്ളത്. നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് ഒരു അരമണിക്കൂർ മുന്നൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം കുഴക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കണേ. ഒന്നുകൂടെ നമ്മുടെ ചപ്പാത്തിക്ക് നല്ല മയം വരും കേട്ടോ. എൻ്റെ അമ്മയൊക്കെ കുഴക്കുകയാണെങ്കിലേ നമ്മുടെ ചൂടുവെള്ളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇതുപോലെ കുഴയ്ക്കും. കുഴച്ചതിന് ശേഷം ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് നന്നായി തന്നെ കുഴച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമ്മളും അതുപോലെ നന്നായി തന്നെ നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ കടലയൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടലയും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായി വെന്ത് തിളച്ചിട്ടുണ്ട്. ആ തിളച്ചതിലേക്ക് നമ്മൾ അരച്ചിട്ട് വന്നിട്ടുള്ള നമ്മുടെ അരപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരണം. അതിന് മുന്നേ കുറച്ച് ഗരം മസാല, കുറച്ച് ജീരകപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത്
നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിത്തലയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിത്തല തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് തിളച്ച് കൊടുക്കട്ടെ. കുഴപ്പമില്ല, നന്നായി ഒന്ന് തിളച്ച് വന്നോട്ടെ നമ്മുടെ കറി. നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായ കാരണം കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പാൻ വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്ത് പിന്നെ സാദാ ജീരകം ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു 3-4 ചെറിയുള്ളിയും 2 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വറ്റൽമുളക് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതുകൂടെ ചേർത്ത് മൂപ്പിച്ചത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തിയോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കറികളൊക്കെ. ഞാൻ കടലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അതിന് വേണ്ടിയിട്ടൊരു പേപ്പറൊക്കെ ഒന്ന് വിരിച്ച് കൊടുത്ത് പിന്നെ നമ്മുടെ പരത്താനുള്ള പലകയൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ ദോശക്കല്ലൊക്കെ നന്നായി ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഇത് പരത്തി എടുക്കുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കാൻ കറക്റ്റായിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ നല്ല വട്ടത്തിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. മുരിങ്ങയില ചേർത്തുകൊണ്ട് നമുക്ക് പരത്താൻ കിട്ടാത്ത പ്രയാസമൊന്നുമില്ല കേട്ടോ. നന്നായി തന്നെ പരത്താൻ കിട്ടും. നിങ്ങൾക്ക് നൈസായിട്ട് വേണമെങ്കിൽ അങ്ങനെ പരത്താം, കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ പരത്താം, എങ്ങനെ വേണമെങ്കിൽ പരത്താം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടോ നമ്മുടെ മുരിങ്ങയിലൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമ്മുടെ മുരിങ്ങയിലൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനത് നമ്മുടെ ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ആക്കിയതിന് ശേഷം നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നെയ്യാണ് കേട്ടോ, അതുകൂടെ നന്നായി തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കിയിട്ട് നമ്മുടെ ചപ്പാത്തി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നുണ്ടാവില്ലേ എപ്പോൾ നോക്കിയാലും ഈ ക്യാരറ്റ്, ഉള്ളി, മുരിങ്ങ ഇതല്ലാണ്ട് വേറൊന്നും അധികം, അതുപോലെ കടല ഇങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ കാണിക്കുന്നുള്ളതെന്ന് വിചാരിക്കില്ലേ. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ സാലഡിനെ കുറിച്ചിട്ടൊക്കെ, ഇന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും മടിയുള്ള കാര്യവും അതുപോലെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യവും നല്ലതാണെങ്കിൽ അത് ഫസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യണം എന്നാണല്ലോ പറയാറുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുറേശ്ശെയായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളും ഇതൊക്കെ ഒന്ന് കഴിക്കണ്ടേ. അശ്വിൻ മുരിങ്ങയൊന്നും അങ്ങനെ കഴിക്കാത്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവന് അറിയൂല, കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ചൊക്കെ ഭക്ഷണം കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അതവർക്ക് കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടും തോന്നും, കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലാതെ നമ്മൾ നോർമലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചു എന്ന് വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അല്ലാത്ത കറികളും നമ്മുടെ ചാനലിലൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറഞ്ഞാൽ അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് എന്താണോ വെക്കാനുള്ളത്, എന്താണോ നമുക്ക് വെക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ പിന്നെ നമ്മുടെ രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കലും ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കലും ചെയ്യുന്നത്. അല്ലാണ്ട് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടൊന്നും നമ്മൾ ചെയ്യില്ല. ഉള്ളത് വെച്ചിട്ട് അതിനെ എങ്ങനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറക്റ്റാക്കി എടുക്കുക എന്നുള്ള രീതിക്കാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതിപ്പോൾ എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവരും മാക്സിമം നല്ല ഭക്ഷണം തന്നെ അവരുടെ മക്കൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മൾ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളത് ഉള്ള പോലെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മുരിങ്ങ ചപ്പാത്തിയും നല്ല കടലക്കറിയൊക്കെ ആയ കാരണം പിന്നെ ഇന്ന് സാലഡ്, ജ്യൂസ്, ഫ്രൂട്ട്സ് ഒന്നുമില്ല കേട്ടോ. ഇതന്നെയാണ് കേട്ടോ നമുക്ക് രാവിലെ കഴിക്കാൻ. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അശ്വിന് ചോറ് കൊണ്ടുപോകണം. അക്ഷയ്ക്ക് ഇല്ല കേട്ടോ, എക്സാം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അക്ഷയ്ക്ക് ലീവാണ്. അപ്പോൾ അശ്വിനും ഈ കറി തന്നെയാണ് കേട്ടോ കൊടുത്തയക്കുന്നത്. അപ്പോൾ ഉച്ചക്കലേക്ക് നമുക്ക് ഈ കറി തന്നെയാണ്. പക്ഷേ എനിക്ക് ഉച്ചക്കലേക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ കറി തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ വേറൊന്നും ഇനിയിപ്പോൾ വെക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ ഇത് തന്നെ ആക്കി. മോരുണ്ട്, പിന്നെ വറ്റലുണ്ട്, പപ്പടമുണ്ട്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് തന്നെ അങ്ങനെ വെച്ചു കേട്ടോ. എന്താ പറഞ്ഞാൽ ഒന്നാമത്തത് ഇപ്പോൾ പഴയ പോലെ നമ്മുടെ ശരീരം കറക്റ്റായിട്ടില്ല കേട്ടോ. വിചാരിച്ച പോലെ ഒരുപാട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ അശ്വിനൊക്കെ റെഡിയായി.
റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. കണ്ടോ നമ്മുടെ പാഞ്ചും മക്കളും ചപ്പാത്തി കൊടുത്തത് കുറച്ചൊക്കെ അവർ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ബാക്കിയുള്ളതാണ് ഈ കാണുന്നത്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഈ കുഞ്ഞു പൂച്ചയ്ക്ക് ഈ പോണം കേട്ടോ, കുഞ്ഞു പൂച്ചയ്ക്ക് വെളുത്ത പൂച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. നമ്മുടെ പാഞ്ചുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി, പുട്ട്, റാഗിയൊക്കെ. ബാക്കിയുള്ള കുട്ടികൾ ചോറൊക്കെ നന്നായി കഴിക്കും. അവർക്ക് ഈ ചപ്പാത്തിയോട് അത്ര താല്പര്യമില്ല കേട്ടോ. അപ്പം നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും അവർക്ക് കൊടുക്കണം കേട്ടോ. നല്ലപോലെ നെയ്യിട്ട ചപ്പാത്തിയാണ്, അതുതന്നെയാണ് കേട്ടോ അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് അതാണ് കേട്ടോ അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി വേസ്റ്റ് അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കാറില്ല കേട്ടോ. നമ്മൾ എങ്ങനെയാണ് ഫ്രഷായി കഴിക്കുന്നത് ഇന്ന പോലെ തന്നെ കേട്ടോ നമ്മുടെ കുഞ്ഞു പൂച്ചകൾക്കും അമ്മ പൂച്ചയ്ക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കാറുള്ളത്. അങ്ങനെ അവരൊക്കെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ നമ്മുടെ അശ്വിൻ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അക്ഷയ്ക്ക് സ്കൂളില്ല പറഞ്ഞാൽ അവന് മനസ്സിലാവുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലാണ്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അശ്വിൻ അങ്ങനെ ടാറ്റയൊക്കെ തന്ന് പോയി കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നമ്മുടെ വർത്തമാനങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.